ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള നിയമനം നിർത്തണമെന്ന് ഗൂഗിളിനോടും മൈക്രോസോഫ്റ്റിനോടും നിർദ്ദേശിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയിലെ വൻകിട ടെക് കമ്പനികളാണ് ഇവ. അമേരിക്കൻ കമ്പനികൾ ഇപ്പോൾ ചൈനയിൽ ഫാക്ടറികൾ നിർമ്മിക്കുന്നതിനോ ഇന്ത്യൻ ടെക് തൊഴിലാളികൾക്ക് ജോലി നൽകുന്നതിനോ പകരം വീട്ടിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നാണ് ട്രംപിൻ്റെ നിർദ്ദേശം. ടെക് വ്യവസായത്തിൻ്റെ ആഗോളവാദ സമീപനത്തെയും ട്രംപ് വിമർശിക്കുന്നു. ഈ സമീപനം പല അമേരിക്കക്കാരെയും അവഗണിക്കുന്നതായി തോന്നിയിട്ടുണ്ട് എന്നും ട്രംപ് പറയുന്നു. ചില മുൻനിര ടെക് കമ്പനികളും അമേരിക്കയിലെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ലാഭം നേടിയിട്ടുണ്ട് എന്നും എന്നാൽ അവർ രാജ്യത്തിന് പുറത്ത് വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് എന്നും ട്രംപ് ചൂണ്ടിക്കാണിക്കുന്നു. പ്രസിഡന്റ് ട്രംപിൻ്റെ കീഴിൽ ആ ദിവസങ്ങൾ കഴിഞ്ഞുവെന്നും ട്രംപ് വ്യക്തമാക്കുന്നു. അമേരിക്കയ്ക്ക് വേണ്ടി നമുക്ക് എല്ലാ പിന്തുണയും നൽകേണ്ടതുണ്ട്. നിങ്ങൾ അമേരിക്കയെ ഒന്നാമതെത്തിക്കണമെന്ന് തങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും നിങ്ങൾ അത് ചെയ്യണമെന്നും അതാണ് തങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നും ട്രംപ് വ്യക്തമാക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട് 3 പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ട്രംപ് ഇതേ ഉച്ചകോടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു. അമേരിക്കയിൽ AI വികസനം വർദ്ധിപ്പിക്കുന്നതിനും അതിൻ്റെ പുരോഗതിയെ മന്ദഗതിയിലാക്കുന്ന തടസ്സങ്ങൾ കുറയ്ക്കുന്നതിനുമുള്ള ഒരു ദേശീയ തന്ത്രമാണ് ഇതിൽ പ്രധാനം. ഡാറ്റാ സെൻ്ററുകളുടെ നിർമ്മാണം വേഗത്തിലാക്കുകയും കമ്പനികൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിന് എളുപ്പമാക്കുകയും ചെയ്യുക എന്നതാണ് വിന്നിംഗ് ദി റേസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതിയുടെ ലക്ഷ്യം.